ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ഒരു വിഷയം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഈ ഹോസ്പിറ്റൽ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന ഒരു പേഷ്യൻ്റ് അവരൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി വന്നതാണ്. അദ്ദേഹത്തിന് റൂട്ടീൻ ചെക്കപ്പോ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ആ കൂട്ടത്തിൽ അവർ PSA നോക്കി. PSA നോക്കിയപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കണ്ടു. അപ്പോൾ കൂടുതലായിട്ട് കണ്ടപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രോസ്റ്റേറ്റിൻ്റെ ഓപ്പറേഷൻ നേരത്തെ കഴിഞ്ഞതാണ്, എനിക്കിപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഡോക്ടറും പറഞ്ഞു അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി നമ്മളെടുക്ക് വന്നു. നമ്മൾ വന്നു കഴിഞ്ഞ് നോക്കിയപ്പോൾ പ്രോസ്റ്റേറ്റ് PSA ടെസ്റ്റ് ചെയ്തു. വീണ്ടും നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്തപ്പോൾ ഇത് വളരെ കൂടുതലായിട്ട് കണ്ടു. കൂടുതലായിട്ട് കണ്ടപ്പം നമ്മൾ ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി. PSA നോക്കി. PSA കഴിഞ്ഞപ്പോൾ ഈ റെക്ടൽ എക്സാമിനേഷൻ ചെയ്ത് നോക്കി. അപ്പം നമുക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു മുഴ പോലെ കണ്ടു. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു. ബാക്കി അതിൽ നിന്ന് ശേഷം ഒരു ബയോപ്സി എടുത്തു കഴിഞ്ഞപ്പം അതിനകത്ത് ഒരു ക്യാൻസർ പ്രോസ്റ്റേറ്റ് എന്നുള്ളൊരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത്. ഇത് പറയാനുള്ള കാരണം, നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പലരും നമ്മൾ വിചാരിക്കുന്നത് കംപ്ലീറ്റ് പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്തതല്ലേ, ഇനി അതിൽ നിന്ന് ഒരു അസുഖം വരാൻ സാധ്യതയില്ല എന്നാൽ അങ്ങനെയല്ല. ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഓപ്പറേഷൻ നമ്മൾ TURP എന്ന് പറയുന്ന കീഹോൾ എൻഡോസ്കോപ്പിക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് അതിനകത്തെ ഒരു അംശം, അതായത് പ്രോസ്റ്റേറ്റിനകത്തെ ക്യാപ്സ്യൂളിൻ്റെ അകത്തുള്ള ഗ്ലാൻഡുലർ പാർട്ട് മാത്രമാണ് എടുക്കുന്നത്. അപ്പം ബാക്കി അതിൻ്റെ കവറിങ്ങും അതിൻ്റെ പെരിഫറൽ സോണും നമ്മൾ ഈ TURPയുടെ കൂടെ റിമൂവ് ചെയ്യത്തില്ല. ഈ പെരിഫറൽ സോണിലാണ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. സാധാരണ രീതിയിൽ പെരിഫറൽ സോണിൽ നിന്ന് ഈ ഗ്ലാൻഡിലോട്ട് വ്യാപിച്ചു വരുമ്പോൾ നമ്മൾ ബയോപ്സി എടുക്കുമ്പോൾ ക്യാൻസർ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. എന്നാൽ വെരി ഏർലി സ്റ്റേജ് ആണെന്ന് വിചാരിക്കുക ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ TURP ചെയ്യുന്ന പ്രോസ്റ്റേറ്റിൻ്റെ ബിറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ക്യാൻസറിൻ്റെ അംശം ഉണ്ടെന്ന് കാണണമെന്നില്ല. അത് ചിലപ്പോൾ ബയോപ്സി റിപ്പോർട്ടെല്ലാം നെഗറ്റീവായിട്ട് വരും. അപ്പം നമ്മൾ വിചാരിക്കുമല്ലോ നോർമലാണ്, ഡോക്ടറും പറയും ചിലപ്പോൾ നോർമലാണെന്ന് പറയും. എന്നാൽ ഇങ്ങനെ ഓപ്പറേഷൻ കഴിയുന്ന ആൾ ഈ ഇപ്പോൾ വന്ന പേഷ്യൻ്റ് പറഞ്ഞ് 4 വർഷം മുമ്പ് TURP ചെയ്തതാണ്. അതിനുശേഷം പിന്നെ പുള്ളിക്ക് സിംറ്റംസ് ഇല്ല, മൂത്രത്തിന് തടസ്സമൊന്നുമില്ല, വേദനയില്ല, ഒന്നുമില്ല. റൂട്ടീൻ ചെക്കപ്പിൽ PSA കൂടി കണ്ടു. അപ്പോൾ ഇങ്ങനെ PSA കൂടി കാണും. ഒരു മാർജിനലായിട്ടുള്ളൊരു എലിവേഷൻ ചിലപ്പോൾ ഈ TURP കഴിഞ്ഞാൽ ഉണ്ടാകാം, ക്യാൻസർ ഇല്ലെങ്കിലും. എന്നാൽ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ PSA വെലോസിറ്റി ഒരു 3 months നോക്കുമ്പോൾ ചിലപ്പോൾ 6 ആയിരിക്കും, പിന്നെ 10 ആയിരിക്കും, അല്ലെങ്കിൽ 12 ആയിരിക്കും. ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്തെങ്കിലും വേറൊരു അണ്ടർലൈങ് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഉടനെ ഏതെങ്കിലും സൗകര്യമുള്ള ഒരു ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്ഥലത്ത് പോകണം. പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യണം. അവസാനം ചിലപ്പം ഒന്നിൽ MRI ചെയ്ത് നോക്കും, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ബയോപ്സി എടുക്കും. ബയോപ്സി എടുത്തിട്ട് ഈ ക്യാൻസർ എന്നുള്ള ഒരു റിപ്പോർട്ടാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ അത് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ ഈ PSA മാത്രം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ബോണിന് വേദന വരുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡറീസൊക്കെ പല സ്ഥലങ്ങളിൽ വരുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞാലും ഈ PSA വല്ലപ്പോഴും ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത്യാവശ്യമായിട്ടും ഈ ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു ഡോക്ടറെ കാണാൻ, ട്രസ് അതുപോലുള്ള ഫെസിലിറ്റീസ് വേണം. ഈ ട്രാൻസ്റെക്ടൽ അൾട്രാസൗണ്ടൊക്കെ ചെയ്യണം, ട്രസ് ബയോപ്സി ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പായിട്ട് അറിയുകയും ചെയ്യാം. ഏർലി സ്റ്റേജിലാണെങ്കിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് മരുന്ന് കഴിച്ച് ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റും. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.